ക്ലോക്കുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ PSC പരീക്ഷയിൽ നിരന്തരമായി ആവർത്തിച്ചു വരികയാണ്. ഈ ക്ലാസ്സിൽ നമുക്ക് ക്ലോക്കിലെ പ്രതിബിംബവുമായി ബന്ധപ്പെട്ട കുറച്ച് പ്രോബ്ലങ്ങൾ സോൾവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പരിശോധിക്കാം. അതിനു മുന്നേ ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് തുടർന്ന് വരുന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്താൽ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. ഈ പ്രോബ്ലങ്ങൾ സോൾവ് ചെയ്യുമ്പോൾ നമ്മൾ പ്രധാനമായും 2 കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. ഒന്നാമത്തേതായി 11 മണി മുതൽ 1 മണി വരെ ഉള്ള സമയം തന്നാൽ അത് 23:60 നിന്നും കുറയ്ക്കുക. അതായത് 11 മണി മുതൽ 1 മണി വരെയുള്ള ഏത് സമയം തന്നാലും ആ സമയത്തെ 23:60 നിന്നും കുറയ്ക്കണം. ബാക്കി ഏത് സമയം തന്നാലും അതിനെ 11:60 നിന്നും കുറച്ചാൽ മതി. ഈ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് ക്ലോക്കിലെ പ്രതിബിംബവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ വളരെ ഈസിയായി സോൾവ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി നമുക്ക് പ്രതിബിംബവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നതെന്ന് പരിശോധിക്കാം. ആദ്യമായി 3 മണി. സമയം 3 മണിയാണെങ്കിൽ പ്രതിബിംബത്തിന്റെ സമയം എത്രയായിരിക്കും എന്നാണ് നമ്മുടെ ചോദ്യം. അതെങ്ങനെയാണ് സോൾവ് ചെയ്യുന്നതെന്ന് പരിശോധിക്കാം. അതിനായി നമ്മൾ പഠിച്ചിട്ടുള്ള 2 കാര്യങ്ങളാണുള്ളത്. ഒന്നാമത്തെ കാര്യം, 11 മണി മുതൽ 1 മണി വരെയുള്ള ഏത് സമയം തന്നാലും ആ സമയത്തിന്റെ പ്രതിബിംബത്തിലെ സമയം കാണാൻ 23:60 നിന്നും ആ സമയം കുറക്കണം. ബാക്കിയുള്ള ഏത് സമയം തന്നാലും അതിനെ 11:60 നിന്നാണ് കുറയ്ക്കേണ്ടത്. അപ്പോൾ ഇവിടെ 3 മണി ആയതിനാൽ 3 മണി എങ്ങനെയാണ് ചെയ്യുക? 11:60 നിന്നും 3 മണി മൈനസ് ചെയ്യുമ്പോൾ ഉത്തരം 8:60. 8:60 എന്ന് പറഞ്ഞാൽ 9 മണി. സമയം, പ്രതിബിംബത്തിലെ സമയം 9 മണി. ഇനി ഇത് ശരിയാണോ എന്ന് നമുക്ക് പരിശോധിക്കണ്ടേ? അതിനായി ഇവിടെ ഒരു കണ്ണാടിയുണ്ട്. അപ്പോൾ കണ്ണാടിയിലൂടെ നോക്കുമ്പോൾ സമയം 9 മണി. എത്രയാണ്? 9 മണി. എല്ലാവർക്കും ഈ പ്രോബ്ലം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ചോദ്യം 2. ക്ലോക്കിലെ സമയം 2 മണി. അങ്ങനെയാണെങ്കിൽ പ്രതിബിംബത്തിന്റെ സമയം എത്രയായിരിക്കും എന്നതാണ് അടുത്ത ക്വസ്റ്റ്യൻ. അതിനായി നമുക്ക് 11:60 നിന്നും 2 മണി മൈനസ് ചെയ്യാം. 11:60 നിന്നും 2 മണി മൈനസ് ചെയ്താൽ ഉത്തരം 9:60. 9:60 എന്ന് പറഞ്ഞാൽ 10 മണി. സമയം 10 മണി. ഇനി ഇത് ശരിയാണോ എന്ന് പരിശോധിക്കണ്ടേ? ഇതിനായി നമുക്കൊരു കണ്ണാടി എടുക്കാം. കണ്ണാടിയിലൂടെ നോക്കുമ്പോൾ സമയം 10 മണി. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത പ്രോബ്ലത്തിലേക്ക് കടക്കാം. ക്ലോക്കിലെ സമയം 10:10 ആണെങ്കിൽ പ്രതിബിംബത്തിന്റെ സമയം എത്രയായിരിക്കും എന്നതാണ് അടുത്ത ക്വസ്റ്റ്യൻ. ഇത് നമുക്ക് സോൾവ് ചെയ്യണമെങ്കിൽ 10:10 എന്ന് പറയുമ്പോൾ 11:60 നിന്നും 10:10 കുറയ്ക്കണം. 11:60 നിന്നും 10:10 കുറച്ചാൽ ഉത്തരം എത്രയാണെന്ന് നോക്കാം. 50. സമയം 1:50. ഇനി ഇത് ശരിയാണോ എന്ന് പരിശോധിക്കണ്ടേ? അതിനായി നമുക്ക് ഒരു കണ്ണാടി എടുക്കാം.
കണ്ണാടിയിലൂടെ നോക്കുമ്പോൾ സമയം 1:50. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. സമയം 11:30. അപ്പോൾ പ്രതിബിംബത്തിന്റെ സമയം എത്രയായിരിക്കും എന്നാണ് നമുക്ക് കണക്കാക്കേണ്ടത്. 11:30 എന്ന് പറയുമ്പോൾ 11 മണി മുതൽ 1 മണി വരെയുള്ള സമയത്തിന്റെ പ്രതിബിംബം കാണാൻ 23:60 നിന്നാണ് കുറയ്ക്കേണ്ടതെന്ന് ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ 23:60 നിന്നും 11:30 കുറച്ചാൽ ഉത്തരം എത്രയാണെന്ന് നോക്കാം. 23:60 നിന്നും 11:30 കുറച്ചാൽ സമയം 12:30. പ്രതിബിംബത്തിന്റെ സമയം 12:30. ഇനി ഇത് ശരിയാണോ എന്ന് പരിശോധിക്കണ്ടേ? ഇതിനായി നമുക്കൊരു കണ്ണാടി എടുക്കാം. കണ്ണാടി വെച്ച് പരിശോധിക്കുമ്പോൾ സമയം 12:30. സമയം എത്രയാണ്? 12:30. അടുത്തത് ക്ലോക്കിലെ സമയം 12 മണിയായാൽ പ്രതിബിംബത്തിന്റെ സമയം എത്രയായിരിക്കുമെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇതിനായി 12 മണിയാണെങ്കിൽ 23:60 നിന്നാണ് കുറയ്ക്കേണ്ടത്. അപ്പോൾ 23:60 കുറയ്ക്കണം 12. 23:60 നിന്നും 12 കുറച്ചാൽ സമയം 11:60. 11:60 എന്ന് പറഞ്ഞാൽ 12 മണി തന്നെ. അപ്പോൾ ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ ക്ലോക്കിലെ സമയം 12 മണിയാണെങ്കിൽ പ്രതിബിംബത്തിന്റെ സമയവും 12 മണിയായിരിക്കും. ഇനി ഒരു കണ്ണാടി വെച്ച് ശരിയാണോ എന്ന് പരിശോധിക്കാം. കണ്ണാടിയിലൂടെ നോക്കുമ്പോൾ സമയം 12 മണി തന്നെ. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്ത പ്രോബ്ലത്തിലേക്ക് കടക്കാം. ക്ലോക്കിലെ സമയം 11:45. ക്ലോക്കിലെ സമയം 11:45 ആയാൽ പ്രതിബിംബത്തിന്റെ സമയം എത്രയായിരിക്കും എന്നതാണ് അടുത്ത ചോദ്യം. അതിനായി 11:45 ആണെങ്കിൽ 23:60 നിന്നാണ് കുറയ്ക്കേണ്ടത്. അപ്പോൾ 23:60 കുറയ്ക്കണം 11:45. 23:60 കുറയ്ക്കണം 11:45. ഉത്തരം 12:15. അപ്പോൾ പ്രതിബിംബത്തിന്റെ സമയം എത്രയാണ്? 12:15. ഇത് ശരിയാണോ എന്ന് പരിശോധിക്കാം. ഇതിനായി ഒരു കണ്ണാടി എടുക്കാം. കണ്ണാടിയിലൂടെ നോക്കുമ്പോൾ പ്രതിബിംബത്തിന്റെ സമയം 12:15. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ക്ലോക്കിലെ സമയം 1 മണി എങ്കിൽ പ്രതിബിംബത്തിന്റെ സമയം എത്രയായിരിക്കും? ഇതിനായി 1 മണിയാണെങ്കിൽ 23:60 നിന്നാണ് കുറയ്ക്കേണ്ടത്. 23:60 കുറയ്ക്കണം 1 മണി. 23:60 നിന്നും 1 മണി കുറച്ചാൽ സമയം 22:60. 22:60 എന്ന് പറഞ്ഞാൽ 23 മണി. 23 മണി എന്ന് പറഞ്ഞാൽ 11 PM. 23 മണി എന്ന് പറഞ്ഞാൽ 11 മണിയായിരിക്കും സമയം. ഇനി ഇത് ശരിയാണോ എന്ന് പരിശോധിക്കണ്ടേ? ഇതിനായി നമുക്കൊരു കണ്ണാടി എടുക്കാം. കണ്ണാടിയിലൂടെ നോക്കുമ്പോൾ പ്രതിബിംബത്തിന്റെ സമയം എത്രയാണ്? 11 മണി. എല്ലാവർക്കും ഈ പ്രോബ്ലം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്തതായി നിങ്ങൾക്ക് 2 പ്രോബ്ലം സോൾവ് ചെയ്യാനായി തരാം. ഇതിന്റെ ഉത്തരം കമന്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായത്തോടൊപ്പം രേഖപ്പെടുത്തിയാൽ വളരെ നന്നായിരിക്കും. ചോദ്യം 1. ക്ലോക്കിലെ സമയം 4:45. ക്ലോക്കിലെ സമയം 4:45. അങ്ങനെയാണെങ്കിൽ പ്രതിബിംബത്തിന്റെ സമയം എത്രയായിരിക്കും? ചോദ്യം 2. ചോദ്യം 2 നോക്കാം. ക്ലോക്കിലെ സമയം 11:15. ക്ലോക്കിലെ സമയം 11:15 ആണെങ്കിൽ പ്രതിബിംബത്തിന്റെ സമയം എത്രയായിരിക്കും എന്നതാണ് അടുത്ത ക്വസ്റ്റ്യൻ. ഇതിന്റെ രണ്ടിന്റെയും ഉത്തരം
കമന്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായത്തോടൊപ്പം രേഖപ്പെടുത്തുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.